ദൈവം ഓരോ സമയത്തും നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞ് അടയാളങ്ങൾ നൽകി നമ്മളെ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കതിൽ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല അവിടെ. രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അത് പിള്ളേരുടെ കാര്യം, അവർ വളരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിന് അവരെ വിട്ടിട്ട് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടത്, വ്യക്തിപരമായി നമ്മളോട് കർത്താവ് സംസാരിക്കേണ്ടത്. അത് കേൾക്കുക, അനുസരിച്ച് മുന്നോട്ട് പോവുക. ധൈര്യമായിട്ട് പറയാൻ പറ്റും, എന്തൊക്കെ വന്നാലും എന്ത് വെല്ലുവിളി വന്നാലും അവിടെ തമ്പുരാൻ നമ്മളെ നയിക്കുന്ന 100% ഉറപ്പാണ്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്, ഈശോയെക്കുറിച്ച് അറിയാത്ത ഒരാൾ എങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കും? അതുകൊണ്ട് തന്നെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത്, സുവിശേഷം പ്രസംഗിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണെന്നും പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിലെ എറണാകുളം സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ഇടവകയിലെ ഷാജി ഷിമ്മി ദമ്പതികളുടെ കുടുംബത്തിലാണ്. എൻ്റെ ഷാജി പേര് പറഞ്ഞല്ലോ. ഞങ്ങൾ തോമസ് പോളിൻ്റെ കൂടെ 27 വർഷമായിട്ട് തോമസ് പോളിൻ്റെ മിനിസ്ട്രിയിൽ മ്യൂസിക് കൊണ്ട് ഇൻ്റർസെഷനും ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ വരാപ്പുഴ രൂപതയുടെ പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ, അതായത് ഓൾ കേരള പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ഒരു മെമ്പറും കൂടിയാണ്. അപ്പോൾ അതിലിപ്പോൾ മിഷൻ ട്രെയിനിങ്ങിൻ്റെ എല്ലാം കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, രൂപത കേന്ദ്രീകരിച്ച്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ഷാജീനെ സപ്പോർട്ട് ചെയ്യും. ഞാനും ബ്രദറിൻ്റെ കൂടെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോവും. മക്കൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആൾക്ക് 4 കുട്ടികളുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 2 പേരുണ്ട്. അവരും ശുശ്രൂഷയായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരാൾ നാട്ടിൽ തന്നെ, എറണാകുളത്ത് തന്നെ ഉണ്ട്. ഒരാൾ അൽഫോൺസിൻ്റെ അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ റെക്സ് ബാൻഡിൽ പാടുന്നുണ്ട്. മറ്റേ ആൾ കാറ്റഗിസത്തിൽ വളരെ ആക്റ്റീവാണ്. ഇപ്പം ഷായി ചേട്ടൻ്റെ സഹോദരനാണ് മാർട്ടിൻ ചേട്ടൻ, ഏഞ്ചൽസ് ആർമിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർട്ടിൻ ചേട്ടൻ. അപ്പം ഈ 2 പേരും ഇത്രയും ഒരു തീക്ഷ്ണതയിലേക്കും ഇത്രയും ഒരു നമ്മൾ ലൈഫ് കൊടുക്കുന്ന രീതിയിലേക്ക്, നമ്മൾ സാധാരണ സൺഡേ പോയി വരിക, അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോയി വരിക, സംഘടനാ പ്രവർത്തനം നടത്തുക, അതിലുപരിയായി ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറിയ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാതാപിതാക്കളുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും ഒരു ശക്തമായ ഒരു തീക്ഷ്ണതയിലേക്ക് വന്നത്? നായിക്കമ്പറമ്പിൽ അച്ഛനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് അച്ഛൻ്റെ കൂടെ ഫുൾ ഒരു ധ്യാനം കൂടിയതാണ്. ആ ധ്യാനത്തിൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരു തിരിച്ച് ദൈവത്തെ അറിയാനും ദൈവത്തിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കണമെന്ന് അച്ഛനും സന്ദേശം കിട്ടിയായിരുന്നു, മനുഷ്യരെ പിടിക്കണവരാണ്. കാരണം അന്ന് ഇവിടെ സരിത സവിത തിയേറ്റർ, കപ്പലുപള്ളി, പിന്നെ വേറെ കുറേ വർക്കുകളെല്ലാം കൂടിയായിട്ട് ഒരു 600ഓളം ജോലിക്കാരുമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നായിക്കമ്പറമ്പിൽ അച്ഛൻ പറയണത്, ഇതൊക്കെ നിർത്തി നീ മനുഷ്യരെ പിടിക്കുന്നവരാകാൻ. അത് അക്ഷരം പ്രതി കേട്ടുകൊണ്ട് അവിടെ എല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്ത്. ആ ബിസിനസ്സെല്ലാം നിർത്തി ആത്മാക്കൾക്ക് വേണ്ടി ഇറങ്ങുക എന്നുള്ള അങ്ങ് തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്ന് ഷോക്കായിപ്പോയ കാര്യമാണ്. കാര്യം ഞാനന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം, കൂടുതലൊരു സാമ്പത്തിക ആവശ്യമൊക്കെ വരുന്ന ഒരു സമയത്താണ് ഇതെല്ലാം നിർത്തിയ ആള് ഈ മനുഷ്യരെ പിടിക്കുക എന്നുള്ള ഒരു സംഭവത്തിൽ. അപ്പം നായിക്കമ്പറമ്പിലച്ഛൻ അന്ന് വീട്ടിലൊക്കെ വരുമ്പോഴേ എനിക്ക് വളരെ ഒരു, അന്ന് ആരും ഇങ്ങനത്തെ ഒരു സുവിശേഷ വിലയ്ക്ക് ഒരു കുടുംബം ഇറങ്ങുക എന്നുള്ളതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. പെന്തക്കോസ്തക്കാരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒന്നും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അച്ഛൻ വരും, ഞാൻ ഇറങ്ങി പോകുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യണ കാര്യമായിരുന്നു ആ സമയം. അപ്പച്ചൻ്റെ തീക്ഷ്ണതയാണ് ഞങ്ങളെല്ലാം മാറ്റിമറിച്ചത്. കാരണം അന്ന് മാർക്കറ്റിൽ അവരുപയോഗിച്ചിരുന്ന ഭാഷയൊക്കെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചാണ് അവരും കച്ചവടക്കാരെല്ലാം. ആ സാഹചര്യത്തിൽ അവരോ ഓരോ കുടുംബത്തിലോട്ടും കടന്നു ചെന്ന് അവരെ ഡിവൈനിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവർ പറയണം, ഞങ്ങൾ ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾ ഭക്ഷിക്കാൻ എന്ത് ചെയ്യും?
അപ്പം എന്താണ് കാറിൽ ചെയ്യാതെ മാറി അപ്പം കാറിൽ അതിനുള്ള അരിയും സാധനങ്ങളും അവർക്ക് ഒരാഴ്ച കഴിയേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടാണ് ഈ വീടുകളിൽ ചെല്ലുന്നത്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കുക, അവരെ വണ്ടിയിൽ കയറ്റുക, നേരെ ഡിവൈനിലേക്ക് പോവുക, അവരവിടെ ആക്കി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെ ഓരോ കുടുംബം. അപ്പോൾ ആ മാർക്കറ്റ് മുഴുവൻ ഓരോരുത്തരെയും കൊണ്ടുപോയി വേറൊരു മാനസാന്തരത്തിൻ്റെയും അതുപോലെ ഒരു വലിയ വിശദീകരണം അവിടെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്നേഹം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആത്മാക്കളെ പിടിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് തന്നൊരു വലിയ സന്ദേശമായിരുന്നു. അപ്പച്ചൻ്റെ ലൈഫ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ വന്നത്. പിന്നീട് എപ്പോഴാണ് ഷാജി ചേട്ടനൊക്കെ ഈ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയോടെ, വിവാഹത്തിന് മുൻപ് തന്നെ ഇങ്ങനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു നവീകരണ മേഖലയിലേക്ക് കൂടുതൽ ആക്റ്റീവായിരുന്നു? ഇല്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലോട്ട് വരുമ്പോൾ, അപ്പോൾ ആ വിവാഹത്തിന് മുമ്പ് നായിക്കമ്പറമ്പിലച്ഛൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ദൈവവിലയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പോൾ അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ ആ വിവാഹശേഷം ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്. ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് സൗത്തിൽ തുടങ്ങി. അത് ഒരു 9 വർഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. 25 ലക്ഷം രൂപ, അന്ന് 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നൊരു 2.5 കോടി 3 കോടി രൂപയുടെ അത്രയും വലിയൊരു കടബാധ്യതകൾ. മക്കൾ 2 പേര് അന്ന് ചെറുത്, അവർക്ക് സ്കൂൾ ഫീസ് അടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും വലിയ കടത്തിലേക്ക് വന്ന് ഒരിക്കലും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ അന്ന് കടയിലിരിക്കുന്ന ഒരു ഈശോയുടെ രൂപമുണ്ട്, അവിടെ ഞാൻ അതങ്ങ് കെട്ടിപ്പിടിച്ച് ഞാനൊരു ദിവസം അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ഈ ബാധ്യതകളെല്ലാം ഒന്ന് മാറ്റി തരികയാണെങ്കിൽ ഞാൻ 2 വർഷം മുഴുവനായി കർത്താവിന് വേണ്ടി മാറി നിൽക്കുക എന്നുള്ളൊരു, അത് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പോൾ കാണുന്നത് ശാലോമിൻ്റെ വർക്കിയച്ചൻ കടയുടെ മുമ്പിലൂടെ നടന്നു വരണം, CJ വർക്കിയച്ചൻ അതിൽ നടന്നു വരണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് എൻ്റെ കടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് വിളിച്ച് കടയിൽ കൊണ്ടുവന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു 2 വർഷം മുഴുവനായിട്ട് എൻ്റെ ഈ ബാധ്യതകൾ തീർന്ന ഞാൻ മുഴുവനായിട്ട് ഞാൻ 2 വർഷം കർത്താവിന് വേണ്ടി എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ആരോടും പറയണ്ട, അത് നീ പറയണത് കേൾക്കുമ്പോൾ തന്നെ പിശാച് അതിനെ തടസ്സപ്പെടും, ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് അത് പറയാതെ പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് 2 ദിവസത്തിനുള്ളിൽ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നു. ഞാൻ 1 വർഷത്തിന് മേളിലായി ഇങ്ങനെ ഇരിക്കുന്നത്, ഇത്രയും ബാധ്യതയോടെ ഒരു വഴി മുന്നോട്ടില്ലാതെ ഇരിക്കണത് ഞാൻ 1 വർഷമായെന്ന് പറയണം. 2 ദിവസം കൊണ്ട് നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അന്ന് വൈകിട്ട് ഒരു എൻജിനീയർ, എനിക്ക് പരിചയമുള്ള ഒരു എൻജിനീയർ എൻ്റെ കടയിൽ വരികയാണ്. അയാൾ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ഇത്രയും വലിയ ഒന്നും സ്റ്റോക്കില്ല, ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പോകണം, എന്താണെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ആയിപ്പോയി, കടങ്ങൾ ഇത്രയാണ്. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നിട്ട് എന്നോട് പറയാണ്, ഈ കട ഞാൻ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കടം ഇത്ര 25 ലക്ഷം കിട്ടാതെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയാൽ കടക്കാരെല്ലാം എൻ്റെ വീട്ടിലെത്തും, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ എനിക്കിതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പുള്ളി എടുത്ത വായിക്ക് എന്നോട് പറഞ്ഞതാണ്, ഈ 25 ലക്ഷം രൂപ ഞാൻ തരും. അത് ഒരു വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു കട ഒഴിഞ്ഞ് ഞാൻ കൊടുക്കണതിന് 25 ലക്ഷം തരിക എന്ന് പറഞ്ഞാൽ ഇന്ന് എറണാകുളത്ത് നടന്നതായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അതായത് ഇന്നത്തെ കണക്കിന് 2.5 കോടി 3 കോടി രൂപയാണെന്ന് ഓർക്കണം 96-ൽ. അപ്പോൾ അത്രയും പൈസ തന്ന് എൻ്റെ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത അപ്പം അതെന്നെ സംബന്ധിച്ച് ദൈവം ഒരു ദൂതനെ അവിടെ കൊണ്ടുവരുന്നു, എന്നെ തമ്പുരാൻ്റെ വിളിക്കായി മാറ്റുന്നു. ഇതിൽ കൂടുതൽ ഇനി അതിനൊരു വിശദീകരണം വേണ്ട. അപ്പൊ ദൈവം, എനിക്ക് തോന്നുന്നു ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് തടസ്സമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ആ തടസ്സം ദൈവം എടുത്ത് മാറ്റി. അപ്പൊ ഇനി ഞാൻ ദൈവത്തിന് എന്നെ കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറൊരു വഴിയില്ല. അതെ. അപ്പോൾ ശരിക്കും ഇത് ലൈഫിലെ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇതുപോലുള്ള പല വിളികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല ദൗത്യങ്ങളുണ്ട് എന്നുള്ളത് ആത്മീയ നേതൃത്വത്തിലുള്ളവരിലൂടെ ഒക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോഴും അതിന് മനസ്സ് കൊടുക്കാതെ അതിനോട് യെസ് പറയാതെ ഇരിക്കുന്നവർക്കുള്ള വലിയൊരു കൺഫർമേഷനാണ് ഇപ്പൊ ശരിക്കും ഷാജിയേട്ടൻ പറയുന്ന ഒരു അനുഭവം. ഇപ്പം ഞാനിത് സമ്മതിച്ച് ഞാൻ ഇറങ്ങി, ഭാര്യ സമ്മതിക്കണ്ടേ, മക്കളുടെ കാര്യങ്ങൾ നോക്കണ്ടേ.
ഇനി അടുത്തൊരു വരുമാനം എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. മക്കളാണ്. അതെ, പക്ഷെ അതിനൊരു ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ലാതെ പൂർണ്ണമായിട്ട് അതിന് എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ശക്തി തന്നെയായിരുന്നു. പലരിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ഭർത്താവ് ഇറങ്ങാൻ റെഡി ആയിരിക്കും, പക്ഷെ ആ വീട്ടിൽ പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഇത് 100% എനിക്ക് അതുപോലത്തെ സപ്പോർട്ടായിരുന്നു വീട്ടിൽ. കാര്യം അത് അപ്പച്ചൻ്റെ നിന്നും ഒരു മോഡലാണ്. കാര്യം അമ്മച്ചി ഇതുപോലെ തന്നെയാണ് ഡാഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഫുൾ ടൈം അവരൊരുമിച്ചാണ് എവിടെയും ശുശ്രൂഷയ്ക്ക് പോയിരുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു ആദ്യകാലത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ബ്രദറുമായിട്ടൊക്കെ കണ്ടുമുട്ടുന്നതും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതും എങ്ങനെയായിരുന്നു? അതായത് തോമസ് പോളിൻ്റെ ധ്യാനം കൂടാനിടയായി. ഇവിടെ റിന്യൂവൽ സെൻറ്ററിൽ വെച്ചാണ് ഞാൻ ധ്യാനം കൂടുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ 4-ാം ദിവസം കുർബാന സ്വീകരിച്ച് ഞാൻ വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കാണുന്നത് നോർത്ത് ഇന്ത്യയിൽ ആയിരിക്കണം, ഒരു പള്ളിയിൽ നിറയെ ഹിന്ദി എഴുതിയേക്കണം, ബ്രദർ സ്റ്റേജിൽ നിൽക്കണം, ഞാൻ സൈഡിൽ നിൽക്കണം. അപ്പോൾ ഞാൻ ബ്രദറിനായിട്ട് അത്ര പരിചയമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതൊരു നോർത്ത് ഇന്ത്യൻ വിളിയാണെങ്കിൽ ഇതാ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥന നടത്തി. കുർബാനയ്ക്ക് ശേഷം താഴെ വന്ന് ഞാൻ ഷിമ്മിയോട് പറഞ്ഞു, ഷിമ്മി ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ വിളിയാണെന്ന് തോന്നണം. അപ്പോൾ പറഞ്ഞു, ഈശോ തന്നതാണെങ്കിൽ അത് അങ്ങനൊരു സന്ദേശമാണെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക, അതിന് യെസ് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ യെസ് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊന്ന് ആലുവ വരെ പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ ആയിട്ട് പോകുന്ന സമയത്ത് എന്നോട് ആ വഴിക്ക് പറയുകയാണ്, എനിക്കിന്ന് കാലത്ത് പേഴ്സണൽ പ്രേയറിന് ഇരിക്കുമ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. നോർത്ത് ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിൽ അവിടെ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഓരോ കപ്പിളിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക, അവരവിടെ വെറുതെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടിരിക്കുക. പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവും. അത് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ വേദനയോടെ പ്രാർത്ഥിക്കാൻ പറ്റും. ആ ഒരു ദാഹം അവർക്ക് വളരെ ഡെപ്തിൽ കിട്ടും എന്നുള്ളൊരു ആശയമാണ് കിട്ടിയത്. നിങ്ങളെയാണ് ആദ്യം കണ്ടതെന്ന്. അപ്പം ഞാനന്ന് കുർബാനയിൽ ഇത് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഉടനെ യെസ് പറഞ്ഞു. ഞങ്ങൾ നേരെ ബലാർഷ ചാന്താരൂപതയിൽ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള വലിയൊരു ധ്യാനമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ മ്യൂസിക്കിന് ഇവിടെ നിന്ന് പോയവർക്ക് സുഖമില്ലാതെ ആകുകയും ഞാൻ സ്റ്റേജിൽ കയറേണ്ടി വരികയാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ പാടുവന്ന ഒന്നും ബ്രദറിനറിയില്ല, പക്ഷേ സ്റ്റേജിൽ കയറി ശുശ്രൂഷയ്ക്ക് ചെയ്യേണ്ടി വന്ന്. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഹിന്ദിയിൽ എഴുതിയേക്കണതും ഞാൻ ആ ബ്രദറിൻ്റെ വിഷനിൽ കണ്ട കാര്യം. അപ്പോഴാണ് അത് വിഷനാണെന്നും കർത്താവ് എനിക്ക് കാണിച്ചതെന്നാണെന്നൊക്കെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത്. അപ്പോൾ ഇതൊരു കൺഫർമേഷനായിരുന്നു. അപ്പോൾ ഷിമ്മി ചേച്ചി എങ്ങനെയാണ് ഈ ഒരു നമ്മളൊരു വലിയ ക്രൈസിസിന്റെ കാലഘട്ടത്തിലൂടെ പോയി, വലിയൊരു ബാധ്യതയിലൂടെ പോയി, എങ്ങനെ ഇനി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, ഇതൊന്നും ഒരു നിശ്ചയമില്ലാതെ ഒരു ഇരുട്ടിന്റെ ഒരു അവസ്ഥയിലൂടെ നമ്മളിങ്ങനെ പോകാൻ. അപ്പൊ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ ആത്മധൈര്യത്തോടെ, അല്ലെങ്കിൽ ഇത് മാറും, അല്ലെങ്കിൽ അതില് സഹിച്ച് ക്ഷമയോടെ കാത്തു നിൽക്കാനായിട്ടൊരു ശക്തി കിട്ടിയത് എങ്ങനെയായിരുന്നു? ഷാജി പറഞ്ഞ പോലെ ഡാഡിയും അമ്മച്ചിയും എപ്പോഴും അവർ ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്യണതും എന്ത് ചെയ്യണതും അവരൊരുമിച്ചായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അപ്പൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി മുതൽ അവരാണ് നിൻ്റെ അപ്പനും അമ്മയും. അപ്പം ഞാൻ ശരിക്കും എൻ്റെ അവിടെ നിന്ന് ശരിക്കും ഡിറ്റാച്ച് ചെയ്ത് ഇവരെ ഞാൻ ഫോക്കസ് ചെയ്താണ് പിന്നെ എൻ്റെ ജീവിതം. അപ്പോൾ ഡാഡി അമ്മച്ചിയും ഫസ്റ്റ് ഡേ കല്യാണം കഴിഞ്ഞ് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞങ്ങൾ എന്നും രാത്രി ഒരുമിച്ച് കൈപിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്നും പിറ്റേ ദിവസം ചെയ്യാനുള്ളതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് എന്ന് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നതിന് മുമ്പേ കൈപിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഒരു ബലമാണ് എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഉള്ളിൽ അന്നേ എനിക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഷാജി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ കൂടെ നിൽക്കാം. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അത് പിള്ളേരുടെ കാര്യത്തിൽ അവർ വളരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിന് അവരെ വിട്ടിട്ട് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുൾ സപ്പോർട്ട്, വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം, ഷാജി എന്തായാലും ഇതിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വലിയൊരു പ്രചോദനമായി, ധൈര്യമാണ്, ഒരു ധൈര്യം. പ്രത്യേകിച്ച് അമ്മമാർക്കാണ് ഈ സാമ്പത്തിക മേഖലയെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാര്യമാർക്കാണ് ആ ഒരു ടെൻഷൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, സാമ്പത്തിക മേഖല ഒക്കെ എങ്ങനെ ക്രമീകരിക്കപ്പെടും, അങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അതിനുള്ളൊരു ഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അപ്പച്ചൻ, ഞങ്ങൾ 5 പെൺകുട്ടികളാണ്, അപ്പോൾ അവരെ വളർത്തണം, ഞങ്ങളെ പഠിപ്പിക്കണം, അതിൻ്റെയൊക്കെ ആ ഒരു ഇത് അപ്പച്ചൻ നല്ലൊരു, അന്ന് കരിസ്മാറ്റിക് ഒന്നും ഇല്ലെങ്കിലും ആള് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ പണ്ടേ മുതൽ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു. പരിശുദ്ധാത്മ എന്നെ അങ്ങനെ നയിച്ചിട്ടുണ്ട്. ഷാജി ഇങ്ങനെ എന്തെങ്കിലും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് സാരല്ല, നമുക്ക് പ്രാർത്ഥിച്ച് എന്താ ഇത് കർത്താവ് നടത്തണ വഴി കൂടെ അങ്ങ് പോവാം എന്നുള്ളൊരു ധൈര്യം കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ഷാജിനോട് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, കൗൺസിലിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ധ്യാനത്തിലോ അല്ലെങ്കിൽ ഈ എൽഡറിങ്ങിന്റെ സമയത്തോ ഒക്കെ നമുക്ക് കിട്ടുന്ന ചില മെസ്സേജുകൾ, ദൈവം നിന്നെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചിലരത് ഒരുപാട് പേരോട് ചർച്ച ചെയ്ത് അത് എങ്ങും എത്താതെ അതങ്ങ് അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നിങ്ങൾ അന്ന് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് അച്ഛനിലൂടെ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ അത് ഒത്തിരി പേരോട് ചർച്ച ചെയ്യാതെ നിങ്ങൾ 2 പേരും മാത്രം അത് ഷെയർ ചെയ്ത് അത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവം വഴിയൊരുക്കുന്നത് വരെ കാത്തിരുന്നു. ഈ ഒരു കാത്തിരിപ്പും ഈ ഒരു സമർപ്പണവും ആ ഒരു സറണ്ടറിങ് എത്രത്തോളം ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ടതാണ്, അത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ നമുക്കിതുപോലെ പറഞ്ഞു തരാനുള്ള ആളുകൾ പോലും ചുറ്റുമില്ല. കാര്യം അവർക്കൊന്നും ഇത് മനസ്സിലാകാത്ത കാര്യം, ഒരു അൽമായൻ ഫുൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ ഒരു കാര്യം ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇത്രയും. പക്ഷേ ദൈവം ഓരോ സമയത്തും നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞ് അടയാളങ്ങൾ നൽകി നമ്മളെ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കതിൽ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല അവിടെ. നേരെ മറിച്ച് ഞാനിത് വേറെ ആരോടെങ്കിലും ഞാനിത് ഷെയർ ചെയ്തിരുന്നെങ്കിൽ, അതാണ് വർക്കിയച്ഛൻ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപദേശം അതായിരുന്നു, ഇത് നീ ഇനി ആരോടും പറയരുത്. ഇത് വഴിതെറ്റിക്കാനായിട്ട് പലരിലൂടെ ഉപദേശം വരും, അതുകൊണ്ട് അത് കേൾക്കരുത്, ദൈവത്തിന് മുഴുവനായി സമർപ്പിച്ച്. അപ്പോൾ അത് എൻ്റെ കടബാധ്യത തീർത്തതും എല്ലാം അടയാളമാണ്. ദൈവം നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിനൊരു വലിയ അടയാളം. അപ്പോൾ വേറെ ഒന്നും സംശയമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അത് സാധിച്ചു. ഈശോയുടെ ആ ഒരു നിർദ്ദേശത്തോട് യെസ് പറഞ്ഞ് 2 പേരും കുടുംബമായിട്ട് അങ്ങ് ഇറങ്ങിയപ്പോൾ പിന്നീട് ഒരുപാട് വഴികളിലൂടെ ദൈവം നടത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ബ്രദറിൻ്റെ കൂടെ തന്നെ ദീർഘകാലം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു യാത്രകൾ? ഇപ്പോൾ തോമസ് പോളിൻ്റെ കൂടെ ഇപ്പോൾ 27 വർഷമായി. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രദറിൻ്റെ കൂടെ ബലാർഷ പോയി തിരിച്ചു വന്ന് ഇനി എനിക്ക് ആ രീതി എനിക്ക് പറ്റണ്ടായില്ല. കാര്യം വെളുപ്പിന് 3:30 എണീറ്റ് ചാപ്പലിലിരിക്കുക, രാത്രി 11 മണി വരെ ഇരിക്കുക, അതൊന്നും എനിക്ക് പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആകെ ആദ്യം കൺഫ്യൂസായി. പക്ഷെ തിരിച്ചു വന്നെങ്കിലും പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇൻസ്പിറേഷൻ, തിരിച്ച് മിനിസ്ട്രിയിൽ തന്നെ പോകണം എന്നുള്ളതും. അങ്ങനെ ബ്രദറിനോട് ഞാൻ അതുപോലെ പറഞ്ഞിട്ട് വന്നു, ഇനി ഞാനില്ല ഇതിലേക്കില്ല, ഞാൻ വേറെ ഏതെങ്കിലും ആയിരിക്കും വഴിയെന്ന്. പക്ഷേ ദൈവം ആ ഇത് ശക്തമായിട്ട് പ്രേരണ തന്ന് ഞങ്ങൾ 2 പേരും ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ബോംബെയിൽ നിന്ന് എന്നെ വിളിക്കണത്, തിരിച്ച് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം അൺറിസർവ്ഡിൽ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് ട്രെയിനിൽ അടുത്ത സ്ഥലത്തേക്ക് പോണ സമയത്ത് എന്നോട് ബ്രദർ പറഞ്ഞ് 2 മണി വെളുപ്പിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, കർത്താവ് ഒരു കാര്യം ശക്തമായിട്ട് നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചൊരുങ്ങെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത്, നിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കർത്താവ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വചനമൊക്കെ വന്ന് ഞാൻ ആ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അറിയണില്ല ഇതൊന്നും. അപ്പോൾ ബ്രദർ അപ്പുറത്തിരുന്ന് ഇതെല്ലാം കേൾക്കണ്ടായിരുന്നു. ബ്രദർ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞത് ഇതൊക്കെ മനസ്സിലായോ? അത് എനിക്കൊരു പിന്നെ മുഴുവൻ ഈ അഡറേഷൻ സെൻറ്ററുകൾ നോർത്ത് ഇന്ത്യയിലെല്ലാം തുടങ്ങാനായിട്ട് 100 അഡറേഷൻ സെൻറ്ററുകൾ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സെൻറ്ററുകൾ ഉണ്ടാവും എന്നുള്ള ഒരു
സന്ദേശം കിട്ടിയിട്ട് ഇവിടെ നിന്ന് 4 പേരോ 5 പേരോ ഞാൻ ഓരോ സെൻറ്ററിൽ കൊണ്ടുപോയി അവരവിടെ പോയി പ്രാർത്ഥിക്കുക. അപ്പം 40 ദിവസം ഉപവസിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള എല്ലാം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക. അങ്ങനെ ഓരോ സ്ഥലത്തും രാജ്കോട്ട്, ഉജ്ജയിൻ, ഹൈദരാബാദ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അഡറേഷൻ സെൻറ്റർ തുടങ്ങാനായിട്ട് ആദ്യം പോയി. പിന്നീട് വിദേശ രാജ്യങ്ങളിലും ഇതുപോലെ ബ്രദറിന്റെ കൂടെ ഒത്തിരി ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടങ്ങളും ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ജർമ്മനിയിലാണ് ആദ്യത്തെ. അതൊരു ദിവസം ഞങ്ങളോട് പറഞ്ഞ് ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വട്ടമിരുന്ന് ജർമ്മനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ മാർഗരീറ്റ് ആ സമയത്ത് ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയണം, നിങ്ങൾ ജർമ്മനിക്ക് ഒരു ധ്യാനത്തിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ബ്രദർ പറഞ്ഞ്, ഞാൻ തനിച്ച് വരണ പ്രശ്നമില്ല, 4 മധ്യസ്ഥ പ്രാർത്ഥനക്കാർ എൻ്റെ കൂടെ വരണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ അതിനുള്ള ബഡ്ജറ്റൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ബ്രദർ പറഞ്ഞ്, എനിക്ക് എന്തെങ്കിലും റിമ്യൂണറേഷൻ തരണമുണ്ടെങ്കിൽ അതിൽ ഇവരുടെ ടിക്കറ്റിൻ്റെ പൈസയും കൂടി കുറച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ 4 പേരെ അന്ന് കൊണ്ടുപോണത് ജർമ്മനിയിൽ. അപ്പോൾ അവിടെ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ എന്ന്. പക്ഷേ ഈ ധ്യാനത്തിന് മാത്രമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. 15 ദിവസം എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയണം, 3 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുള്ളൂ, നിങ്ങളിവിടെ 24 hours പ്രാർത്ഥന തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അത് ഞാൻ തകർന്നു പോയി. കാര്യം വീട്, മക്കള്, എല്ലാം ഒരു എന്തൊക്കെ എനിക്ക് എൻ്റെ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെയാണ് ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും അസുഖം വരണമെന്ന് വരെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു പോയി. കാര്യം എങ്ങനെയെങ്കിലും തിരിച്ചു. പക്ഷേ ഷിമ്മിനോട് ഞാനിവിടെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ് ദൈവഹിതമാണെങ്കിൽ അത് അങ്ങനെ തന്നെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എനിക്ക് വലിയ സപ്പോർട്ട് തന്ന്. ആൾ ചെയ്ത പണിയെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അവിടെ ഇരുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് കാലത്ത് പള്ളിയിൽ പോവുക, തിരിച്ചു വന്ന സ്കൂളിൽ പിള്ളേരൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നേരെ മുറി ഒരു ചാപ്പൽ പോലെ ആക്കി. അവിടെ അതുപോലെ തന്നെ വൈകിട്ട് വരെ ഫുൾ പ്രെയറായിട്ടിരിക്കുക. എനിക്ക് അവിടെ നല്ലൊരു സപ്പോർട്ട് തരികയും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 10-നാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഓസ്ട്രിയയിലായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്ററിൽ ഞങ്ങൾ 2 പേരുമായിരുന്നു. അപ്പം ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേച്ചി എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അമ്മച്ചി എപ്പോഴും പറയും, നമ്മളുടെ ഓരോ സഹനങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കണമെന്ന് അമ്മച്ചി ഇങ്ങനെ ടിപ്സ് തരണ മാതിരി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഷാജി ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിടണതും എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം ഈശോയെ ഞാൻ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു അതെല്ലാം സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഇതിനു വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അന്നൊക്കെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനകളുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവന് വേണ്ടി. അപ്പം ഞാൻ ഒരു ദിവസം ഡാഡി എന്തിനാ ലോകം മുഴുവന് വേണ്ടി ഓർക്കണത്? നമ്മുടെ അടുത്തൊക്കെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇല്ല, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ അത്രയും നിറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോകും. അപ്പം അന്ന് മുതൽ അന്ന് എനിക്കും അങ്ങനെ പ്രാർത്ഥിക്കണം. ആ ഒരു ഇതിൽ കൂടെയാണ്. അപ്പോൾ എനിക്ക് ഷാജി ഇങ്ങനെ പോകുമ്പോഴും അതുവരെ ഞങ്ങൾ 2 പേരും പിരിഞ്ഞിരുന്നിട്ടില്ല, ഒരിക്കലും അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയെ, എൻ്റെ ഈ സഹനം ഒരുപാട് ദമ്പതികൾ പിരിഞ്ഞിരിക്കുന്നവരുണ്ട്, മക്കളെ നോക്കാൻ പറ്റുക, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ കാഴ്ചവെക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ശരിക്കും ഈശോ ശരിക്കും ഗൈഡ് ചെയ്തു. ഫുൾ ടൈം പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവർ വരണവരെ ഞാൻ ആ റൂമിലിരുന്ന് ഫുൾ ടൈം പ്രാർത്ഥന. ഏതൊക്കെ മേഖലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി ഈശോ ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതിൽ ശരിക്കും ഒരു ഹരം പോലെ. ശരിക്കും ഒരു 27 വർഷത്തിന്റെ ഒരു ദീർഘമായ കാലഘട്ടം ഈ ഒരു ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. 2 വർഷത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അത് 27 വർഷത്തേക്ക് ദൈവം കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഇപ്പോൾ ശരിക്കും ഈ ഒരു ശുശ്രൂഷയിലൂടെ കടന്നുപോയതിൻ്റെ ഒരു നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ടാണ് ദൈവകൃപയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് പോകുന്നത്? നമ്മൾ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കർത്താവിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു ദൗത്യം. അപ്പോൾ അതിനുള്ള ആളുകളെ നമ്മളുടെ അടുത്ത് തന്നെ എത്തിക്കോളും.
ഇപ്പോൾ ഈ അടുത്തുണ്ടായ സംഭവം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നത് വളരെ ഡിപ്രഷനോടുകൂടി. അവർ പറയണ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ നിസ്സാരം. ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും ഈ നിസ്സാര കാര്യത്തിന് ഇത്രയും ഡിപ്രഷനിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോവാം. പക്ഷേ ഞാൻ ഇയാളെ കേട്ട് 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 അയാൾക്ക് ഡെയിലി വചനം കൊടുത്ത് അയാളുടെ വീട്ടിൽ പോയി അയാളുടെ കൂടെ ഇരിക്കും, വചനം കൊടുക്കും, അയാളെ പ്രാർത്ഥിക്കും, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി ഈ വ്യക്തിക്ക് ഇതേ ഡിപ്രഷനുള്ള ഒത്തിരി പേരെ സൗഖ്യം കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതൊരു കർത്താവിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി, തിരിച്ചറിവ് തോന്നി. ഞാൻ അയാളോട് തന്നെ പറഞ്ഞു, ഇത് ഇപ്പം ഇത്ര നിസ്സാര കാര്യങ്ങളിലൂടെയാണ് ഇപ്പം ഇത്രയും ഡിപ്രഷനിലേക്ക് പോകുന്നത്. പക്ഷേ ദൈവത്തിന് ഇതിലൂടെ നിങ്ങൾക്ക് ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിലൂടെ അനേകം പേരുടെ ഡിപ്രഷനിലുള്ളവരെ അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും, അവരെ നിങ്ങൾക്ക് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അത് ആൾക്ക് വളരെ ബോധ്യമായി. ആൾ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയറായി വന്ന് ഇപ്പോൾ ആളുടെ അടുത്ത് പലരും ഇതുപോലെ ഡിപ്രഷനിൽ വന്നവർ വരികയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാൻ, അന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായില്ല, പക്ഷേ ഇപ്പോൾ വളരെ ക്ലിയറായി എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നതെല്ലാം. അപ്പോൾ അവരുടെ ആ നിസ്സാരമായ കാര്യമായിരിക്കും അവർ പറയണത്, പക്ഷെ എനിക്ക് മനസ്സിലാകേണ്ടത്. കാരണം ഞാനിതിൽ ആ നിസ്സാരമായ കാര്യത്തിലൂടെ എന്തോരം പോയെന്നുള്ള അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് ആത്മീയമായിട്ട് അവരെ ശക്തിപ്പെടുത്താൻ പറ്റണ്ടെന്ന്. ഒപ്പം ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു വിളി വന്ന് ഒരു കോള് കിട്ടി പലരിലൂടെ ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്ന വ്യക്തികളും സംശയിച്ചും ആശങ്കപ്പെട്ടും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതുപോലെ ഈശോയ്ക്ക് സറണ്ടർ ചെയ്ത് ഈശോയുടെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക. പക്ഷെ എങ്കിലും അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് എന്താണ് ഈ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളോട് ചേച്ചിക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറയാൻ പറ്റും, എന്തൊക്കെ വന്നാലും എന്ത് വെല്ലുവിളി വന്നാലും അവിടെ തമ്പുരാൻ നമ്മളെ നയിക്കുന്ന 100% ഉറപ്പാണ്. എന്നുവെച്ചാൽ അതുപോലെ പല തരത്തിലും നമ്മൾ ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒന്നും തമ്പുരാൻ നമ്മളെ കൈവിട്ടിട്ടില്ല. അത്രയും വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ നമ്മൾ തമ്പുരാൻ നയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, ആ വിളി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. ആ വിളിയോട് നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പച്ചനാണെങ്കിലും കടന്നുപോയത്, ഇപ്പോൾ ധ്യാനകേന്ദ്രം, ചിറ്റൂർ ധ്യാനകേന്ദ്രം ചെയ്ത സമയത്തെല്ലാം അവിടെ ഉണ്ടായ സ്ട്രഗിളുകൾ ഞങ്ങൾ കണ്ടതാണ്. ഒറ്റയ്ക്ക് നിന്ന് കർത്താവിനോട് മാത്രം ചോദിച്ച് അതിന് ആൻസർ മേടിച്ച് അതിന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും വളരെ എതിർപ്പോടുകൂടിയും സഭയിലെല്ലാം ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കണം. പക്ഷേ ആൾ കർത്താവിനോടാണ് കണക്ഷൻ എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടുവന്നേക്കണം. അതുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ മക്കളിലോട്ടും അവരുമെല്ലാം ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോഴെല്ലാം കർത്താവിനോട് തന്നെ ചോദിച്ച് ആൻസർ കാണാനും ഉറച്ചു നിൽക്കാനുള്ളൊരു ധൈര്യവും. എല്ലാവരോടും എനിക്കതാ പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടത്, കർത്താവിനോട് വ്യക്തിപരമായി നമ്മളോട് കർത്താവ് സംസാരിക്കേണ്ടത്. അത് കേൾക്കുക, അനുസരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈശോയുടെ ഒരു നിയോഗം തിരിച്ചറിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കരങ്ങൾ കോർത്തുപിടിച്ച് ഈശോയുടെ കൂടി കൈ കോർത്തുപിടിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൂടുതൽ ചർച്ചകൾക്കൊന്നും പോകാതെ തീരുമാനമെടുത്ത് ജീവിതം സമർപ്പിച്ചതിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ദൈവകൃപ നിറഞ്ഞ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ശരിക്കും ലോകം മുഴുവനും സഞ്ചരിച്ച ഒരു മിഷണറി ശുശ്രൂഷ സമൂഹം തന്നെയാണ് ഈ ഒരു കുടുംബം. ഈ ഒരു കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കൂട്ടായ്മയിലുള്ള എല്ലാവരും. ഇതുപോലെ ശക്തമായ പ്രേക്ഷിത ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. അത്തരം കുടുംബങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി പ്രിയപ്പെട്ട ഷാജി ചേട്ടൻ്റെയും ഷിമി ചേച്ചിയുടെയും അനുഭവങ്ങൾ മാറിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ ശക്തരാക്കണേ.